നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. മുഹറം പ്രമാണിച്ച് പൊതു അവധിയിൽ മാറ്റം. വ്യാഴാഴ്ചത്തെ അവധി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. മുഹറം മാസപ്പിറവി 17-ാം തീയതിയാണ് കണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഹറം 10 ജൂൺ 26-നാണ് വരുന്നത്. ഇതോടെയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന ജൂൺ 25-ന്റെ അവധി മാറ്റിയത്. തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആലങ്കോട് ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ ദിവസമുണ്ടായ തെരുവുനായ ആക്രമണത്തെ തുടർന്നാണ് പ്രതിരോധ പദ്ധതികൾ തയ്യാറാക്കാൻ ആലങ്കോട് ഗ്രാമപഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും സംയുക്ത യോഗം ചേർന്നത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ആസിയ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. പ്രതിരോധ നടപടികളുടെ സാങ്കേതിക വശങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം അടിയന്തര നടപടികളുമായി മുന്നോട്ടു പോകാൻ യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈർ ഉദ്ദിനുപ്പറമ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാരിക മുരളീധരൻ, ഫാത്തിമ ലത്തീഫ്, ചങ്ങരംകുളം മൃഗാശുപത്രി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പാമി ടി മാളിയേക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി അഭിജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി സുധൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വേണു, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അകാരണമായി അടച്ചിട്ടിട്ടുള്ള ആലാപാലം ആധുനിക വാതക ശ്മശാനം ഉടൻ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്ന് ശ്മശാന സംരക്ഷണ സമിതി പഞ്ചായത്ത് അധികാരികളോട് ആവശ്യപ്പെട്ടു. തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി TM വിക്രമൻ കൺവീനറും KC സദാനന്ദൻ ചെയർമാനുമായുള്ള 15-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകാനും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ കേരള ഹൈക്കോടതിയെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. MA വഹാബ്, TM വിക്രമൻ, VK ഇർഷാദ്, PA മൻസൂർ, സുഹറ ബക്കർ, അശോകൻ മുണ്ടത്തറ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈബ ദിനേശൻ, ഷെഫീന മുനീർ, ഷൈമ നസീർ എന്നിവർ സംസാരിച്ചു. ചരമം. തിരുത്തിക്കാട് കോടപ്പാടത്ത് അരവിന്ദാക്ഷൻ ഭാര്യ കാർത്തിക നിര്യാതയായി. 63 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടത്തും. സബിത മകളാണ്. കുന്നംകുളം കക്കാട് സ്രാമ്പിക്കൽ ജെയിംസ് ഭാര്യ റീന നിര്യാതയായി. 54 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. ജെറിൻ, ജനറ്റ്, ഹന്ന എന്നിവർ മക്കളാണ്. കണ്ടാണശ്ശേരി കൊടക്കാട്ടിൽ വാസു വൈദ്യരുടെ ഭാര്യ കമലാക്ഷി നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ നടക്കും. ഡോക്ടർ മജ്നു, ലീന, വാസന്തി, ഡോക്ടർ മനോജ് എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.